അല്ല, ആരാണ് ഇസ്രായേലർ? ആരാ? വേഗം പറയും, കേട്ടോളണം. നമ്മളിപ്പോൾ കാണുന്ന ഇസ്രായേലല്ല. ഇസ്രായേൽ ആരാന്ന് കേട്ടോളണം. ദൈവമായ കർത്താവ് അബ്രാഹാമിന്റെ കാലമെത്തിയപ്പോൾ അബ്രാഹാമിനെ ഒരു മകൻ ഇസഹാക്ക്, ഇസഹാക്കിന് 2 മക്കൾ. പേര് പറ. ഏശാവും യാക്കോബും. മൂത്തവൻ ഏശാവ്, ഇളയവൻ യാക്കോബ്. ഏശാവിനാണ് അനുഗ്രഹം മുഴുവൻ കിട്ടേണ്ടത്, മൂത്തവൻ അവനാണ്. എന്നാൽ ഒരു ദിവസം പായസം ഉണ്ടാക്കി. കഥയൊക്കെ അറിയാലോ. പായസമൊക്കെ ഉണ്ടാക്കിയിട്ട് ഏശാവിനെ പറ്റിച്ച് യാക്കോബ് അനുഗ്രഹമൊക്കെ വാങ്ങി, അപ്പനെ പറ്റിച്ചു, അനുഗ്രഹമൊക്കെ വാങ്ങി, അപ്പനെ ചതിച്ചു, പറ്റിച്ചു. കണ്ണു കാണാത്ത അപ്പനെ ഈ ഏശാവ് പറ്റിച്ചു, ഈ യാക്കോബ് പറ്റിച്ചു. കണ്ണു കാണാത്ത അപ്പൻ്റെ അടുക്കൽ വേഷം മാറി ചെന്നിട്ട് ആടിനെ കൊണ്ട് കൊടുത്ത്, അമ്മ ഉണ്ടാക്കി കൊടുത്തു. അതൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു, ഞാനാണ് ഏശാവ് എന്ന് നുണ പറഞ്ഞ് യാക്കോബ് ഏശാവിന്റെ പേരും പറഞ്ഞ് ഏശാവിനെ പോലെ വസ്ത്രമൊക്കെ ധരിച്ച് ഏശാവിനെ പോലെ രോമമൊക്കെ പിടിപ്പിച്ച് ചെന്നിട്ട് കള്ളത്തരത്തിലൂടെ ഇസഹാക്കിന്റെ അടുത്ത് നിന്ന് അനുഗ്രഹം വാങ്ങിയിട്ട് അമ്മയുടെ നാടായ ലാബാന്റെ വീട്ടിലേക്ക് ഓടി. കുറെ നാൾ അവിടെ കിടന്നു കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി, ഇവിടുത്തെ കിടപ്പ് പൊറുതി ശരിയല്ല. 2 ഭാര്യമാരുണ്ടായി, അവരുടെ മക്കള്, തോഴിമാർ എല്ലാത്തിനെയും കൂട്ടിക്കൊണ്ട് പുള്ളി തിരിച്ചു പോരുകയാണ്. അപ്പനെ പറ്റിച്ച് നേടിയതുമായിട്ട് പല അനുഗ്രഹമൊക്കെ നേടി, വലിയ സമ്പന്നനുമായി. പക്ഷെ അപ്പനെ പറ്റിച്ച് നേടിയവന് സ്വസ്ഥതയില്ല. പാപത്തിൽ സമ്പത്ത് നേടിയവന് സ്വസ്ഥത ദൈവം കൊടുത്തില്ല. അവൻ ലാബാന്റെ ഭവനത്തിൽ സ്വസ്ഥതയില്ലാതെ ഭാര്യമാരെയും തോഴിമാരെയും 12 മക്കളെയും കൂട്ടിക്കൊണ്ട് തിരിച്ചു പോരുകയാണ്. തിരിച്ചു പോരുന്ന യാബോക്ക് നദിയുടെ തീരത്തെത്തി കഴിഞ്ഞപ്പോൾ അവൻ അക്കരെ ദേശത്തേക്ക് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ ലാബാൻ പുറകിൽ നിന്ന് വന്നിട്ട് പറഞ്ഞു, നീ എന്ത് പരിപാടിയാണ് കാണിച്ചത്? അപ്പോൾ യാക്കോബ് പറഞ്ഞു, എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല, അളിയന്മാരെതിരാണ്, അമ്മായിയപ്പൻ്റെ സ്വഭാവം എനിക്കപ്പം ഇഷ്ടപ്പെടുന്നില്ല, ഞാൻ ഒരു ശല്യം ഉണ്ടാക്കില്ല. നീ എങ്ങോട്ടാ പോണേ? ഞാൻ എൻ്റെ ചേട്ടൻ താമസിക്കുന്ന ആ നാട്ടിലേക്ക് പോവുകയാണ്. അന്നപ്പം ലാബാൻ ഒരു വരയൊക്കെ വരച്ചിട്ട് പറഞ്ഞു, മേലാൽ ഇങ്ങോട്ട് വരരുത്. ആമേ. ഇപ്പൊ യാക്കോബിന്റെ കയ്യിൽ ഇഷ്ടമാതിരി സമ്പത്ത്, മക്കള്, ആടുമാടുകൾ, വേലക്കാർ എല്ലാം ഉണ്ട്. സ്വസ്ഥത മാത്രമില്ല. അക്കരെ ദേശത്തേക്ക് പോകണം. 2 ആളെ വിട്ട് ചോദിച്ചു, ചേട്ടായി അവിടെ ഉണ്ടോ? ഞാൻ പണ്ട് പറ്റിച്ചിട്ട് പോയതാ, ചേട്ടായിട്ട് ദേഷ്യം മാറിയെന്ന് പോയി നോക്കാൻ പറഞ്ഞു. 2 പേര് യാബോക്ക് നദി കിടന്ന് അവിടെ പോയതിനേക്കാൾ സ്പീഡ് തിരിച്ചു വന്നു. ചേട്ടായി അവിടെ ഉണ്ടോ? ഉണ്ടെന്ന് മാത്രമല്ല, ഞങ്ങളെ ചെല്ലുമ്പോൾ വീട്ടിനകത്ത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ 300 അഭ്യാസികൾ നിന്നിട്ട് എക്സർസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ്? പുള്ളി അവിടെ പടയാളികൾ, അഭ്യാസികൾ വെച്ചോണ്ടിരിക്കുക. പണ്ടൊരുത്തം പറ്റിച്ചു പോയിട്ടുണ്ട്, വന്നാൽ ശരിയാക്കാൻ വേണ്ടിയിട്ട്. ഇനി അങ്ങോട്ട് പോകാൻ പറ്റുമോ? അങ്ങോട്ട് പോയ ചേട്ടൻ കൊല്ലും, ഇങ്ങോട്ട് പോയ അമ്മായിപ്പം കൊല്ലും. ഇഷ്ടമാതിരി സമ്പത്തുണ്ട്, സ്വസ്ഥത മാത്രമില്ല. ബുദ്ധിമാനാണ് യാക്കോബ്, അതിബുദ്ധിമാനാണ്. അവനൊരു കാര്യം തീരുമാനിച്ചു. തന്റെ സമ്പത്തിനെ ഗണമായി തിരിച്ചു. എല്ലാ ഗണത്തിനെയും യാബോക്ക് നദിയുടെ അക്കരയ്ക്ക് ബോട്ടിൽ കയറ്റി വിട്ടു. പോകുന്നവരോട് പറഞ്ഞു, നിങ്ങൾ ചെല്ലുമ്പോൾ ഏശാവ് ദേഷ്യം പിടിച്ച് വരുമ്പോൾ പറയണം, നിന്റെ ദാസനായ യാക്കോബ് തന്നു വിട്ടതാണ്, എല്ലാം എടുത്തോളം പറയണം. അങ്ങനെ ഓരോന്ന് കൊടുത്തു വിട്ടു. അവസാനം യാക്കോബ് മാത്രം യാബോക്ക് നദിയുടെ ഇക്കരെ ഒറ്റയ്ക്ക്, നേടിയതെല്ലാം അക്കരെ, ഇയാൾ ഇക്കരെ ഒറ്റയ്ക്ക്. സ്വസ്ഥതയുണ്ടോ? വലിയ ചാരിറ്റി ചെയ്തു, നേടിയതെല്ലാം ചാരിറ്റി ചെയ്തു, സ്വസ്ഥതയില്ല. കേട്ടോളണം ഒരു ദൂത്, നീ കള്ളത്തരത്തിലൂടെയും തട്ടിപ്പിലൂടെയും വെട്ടിപ്പിലൂടെയും പാപത്തിലൂടെയും അശുദ്ധിയിലൂടെയും എന്ത് നേടിയിട്ടും കുറെ ചാരിറ്റി ചെയ്താൽ ദൈവം നിനക്ക് സമാധാനം തരില്ല. കുറെ പുണ്യപ്രവൃത്തി ചെയ്താൽ ദൈവം നിനക്ക് സമാധാനം തരില്ല. സ്വസ്ഥത കെടുത്തിയ പിശാച് നിന്റെ ഉള്ളിൽ നിന്ന് പോകണം.